ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യശീലനും സ്വാന്തന പ്രവർത്തകനും സന്നദ്ധ പ്രവർത്തകനുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതൊരാൾ അവിടുത്തെ മുമ്പിൽ വന്ന് എന്ത് ചോദിച്ചാലും ഒരിക്കലും അവിടുന്ന് ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് വന്ന് ആര് എന്ത് ചോദിച്ചാലും എന്ത് സഹായം ചോദിച്ചാലും അവിടുത്തെ ജീവിതത്തിൽ ഇല്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊരു വലിയ ഒരു ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നേരം വെളുത്ത് ഇത്രയും സമയമായി, ഇതിനകം നമ്മൾ എത്ര ഇല്ല 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 എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? പലരും പലതും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടായിട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാനില്ലാഞ്ഞിട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന അവിടുത്തെ സന്തത സഹചാരിയായ സ്വഹാബി, അവിടുത്തെ ജീവിതം ഏറ്റവും കൂടുതൽ ഒപ്പിയെടുത്ത സ്വഹാബിയാണ്. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ലാ യദ്ഖിറു ശൈഅൻ ലിഗദ്. നാളത്തെ ആവശ്യത്തിനായി ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും തന്നെ സൂക്ഷിച്ചു വെക്കാറില്ലായിരുന്നു. നാളേക്ക് വേണ്ടി, നാളെ പട്ടിണിയാവോ, നാളെ എന്താകും എന്ന് കരുതി ഇന്ന് സ്വരൂപിച്ചു വെക്കുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. കാന ലാ യദ്ഖിറു ശൈഅൻ ലിഗദി. നാളത്തെ ആവശ്യത്തിനായി ഇന്ന് സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം മുത്തുനബി തങ്ങൾക്കില്ല. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സ്വഹാബി മുത്തുനബി തങ്ങളുടെ സ്വഭാവ ഗുണം പറയുകയാണ്. മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്ത് ഇല്ലാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളുടെ ഉത്തമ സ്വഭാവം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് സ്വഹാബത്തല്ലേ? അവിടുത്തെ ജീവിതം നേർക്കാഴ്ചയായി കണ്ട സ്വഹാബത്താണ്. ആ സ്വഹാബ കിറാമാണ് പറയുന്നത്, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം വന്ന് ചോദിച്ചാൽ അവിടുന്ന് ലാ എന്ന് പറയാറില്ല. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റുമോ? നബി തങ്ങളുടെ അടുത്ത് ആര് എന്ത് സഹായം എന്തു ചോദിച്ചു വന്നാലും ലാ ഇല്ല. ലാ എന്ന അറബിയുടെ അക്ഷരത്തിന്റെ മഅന ഇല്ല എന്നാണ്. ലാ ഇല്ല എന്ന് നബി തങ്ങൾ പറയാറില്ല. ബഹുമാനപ്പെട്ട ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് സുന്നയിലോ, ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് തങ്ങള് ശറഹ് ശിഫായിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉത്തമ സ്വഭാവം നന്നായി വിവരിക്കുന്നുണ്ട്. അതിങ്ങനെ വിവരിച്ചു വന്നിട്ട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വരിയിടുകയാണ്. മഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗലാ തശഹുദു ലകാനത് ലാമുഹു നഅമു. ما قال لا قط إلا في تشهده. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഷഹാദത്തിന്റെ കലിമയിലല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ലേ ഇല്ല. അല്ലാ ഇല്ല അൻ ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെ ഇല്ല എന്ന പദത്തിലെ ഷഹാദത്തിന്റെ പദത്തിലെ ആ
ആ മഹത്തായ കലിമത്തിന്റെ പദത്തിലെ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറയുന്ന സ്ഥലത്തെ ലാ ഇല്ല എന്നല്ലാതെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ല ലാ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. فلو لم تكن في كفه غير نفسه لجاد بها فليتق الله سائلوا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം മഹത്തുക്കളായ മഹാന്മാർ വിവരിക്കുകയാണ്. ഫലൗലം തകും ഫീ കഫിഹി ഗൈറു നഫ്സിഹി. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ അവിടുത്തെ ആത്മാവ് അല്ലാത്തതെല്ലാം അവിടുന്ന് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു. ഒരാളുടെ ആത്മാവ് എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. മഹാന്മാര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കയ്യിൽ അവിടുത്തെ ആത്മാവല്ലാത്ത മറ്റൊന്നില്ലാതെ വന്നാൽ, സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ആത്മാവല്ലാത്തതെല്ലാം അവിടുന്ന് ചോദിക്കുന്നവർക്കായി, മറ്റുള്ളവർക്കായി ലജാദ ബിഹാ അവിടുന്ന് കൊടുക്കുമായിരുന്നു. ഇല്ല എന്നവിടുന്ന് പറയാറുണ്ടായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോ സൂക്ഷിച്ചു വേണം ചോദിക്കേണ്ടുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടിട്ട് വേണോ റസൂലുള്ളാഹിനോടൊരു കാര്യം നിങ്ങൾ ചോദിക്കേണ്ടുന്നത്. കാരണം നബിതങ്ങളെ സ്വഭാവം എന്തു ചോദിച്ചാലും കൊടുക്കും. നബിതങ്ങള് ഇല്ല എന്ന് പറയില്ല. അതറിഞ്ഞുകൊണ്ട് വേണം റസൂലുള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കാൻ. കാരണം ചോദിച്ചിട്ട് കൊടുക്കാനില്ലാതെ വന്നാൽ മുത്തായ തങ്ങളുടെ മനസ്സിന് വേദന വരും. അത് ഈ ചോദിച്ച ആളുടെ കാരണത്താൽ ആയിപ്പോകൂ. അതുകൊണ്ട് ചോദിക്കുന്നവരെ ചോദിക്കുന്നവർ അതനുസരിച്ച് ചോദിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ പേടിച്ച് ചോദിക്കണം. ചോദിക്കുന്നത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. കാരണം അവിടുത്തേക്കെന്ത്, കാരണം അവിടുത്തെയോട് എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയൂല്ല. സ്വഹാബത്ത് പറയുകയാണ്, ഒരു ദിവസം ഒരു ഉമ്മ, വിദൂരതയിലുള്ള ഒരു ഉമ്മ അവരുടെ മകനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. എന്തിനാണ് ആ ഉമ്മ മകനെ പറഞ്ഞു വിട്ടത്? ആ മകൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, എന്റെ ഉമ്മായിക്ക് ഒരു ആഗ്രഹം. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു മുബാറക്കായ വസ്ത്രോ, നിങ്ങൾ ധരിച്ച വസ്ത്രോ, നിങ്ങളുടെ മുബാറക്കായ നിങ്ങൾ ധരിക്കാറുള്ള വസ്ത്രങ്ങളിൽ നിന്ന് ഒരു വസ്ത്രോ എന്റെ ഉമ്മയ്ക്ക് വേണം നബിയേ. ഒരു ഉമ്മയുടെ ആഗ്രഹം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫായ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിന് വലിയ ബഹുമാനമാണല്ലോ. അതറിയുന്നവർ റസൂലുള്ളാഹിന്റെ വസ്ത്രങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഉമ്മ മകനെ പറഞ്ഞു വിട്ടതാണ്, നബിയേ, എന്റെ ഉമ്മാക്ക് നിങ്ങൾ ധരിച്ചൊരു വസ്ത്രം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സന്ദർഭത്തിൽ മുത്തുനബി തങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രമല്ലാതെ മറ്റൊന്നു മാറിയൊടുക്കാൻ മദീനയുടെ രാജാവിനില്ല. മദീനയുടെ രാജാവിന്റെ വസ്ത്രത്തിന്റെ കഥയായി പറയുന്നത്. മദീനയുടെ രാജാവിന്റെ, അറേബ്യയുടെ കിരീടം വെക്കാത്ത ചക്രവർത്തി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റൊന്നും മാറി കൊടുക്കാനില്ല. പക്ഷേ ഒരു ഉമ്മ ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് മകനെ പറഞ്ഞു വിട്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് താൻ ഉടുത്തിരുന്ന വസ്ത്രം അതാ ഊരുന്നു, ആ മകന്റെ കയ്യിൽ കൊടുക്കുന്നു. ആ
വസ്ത്രവുമായ മകൻ ഉമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ്. തൊട്ടടുത്ത വഖത്തിൽ മദീനത്ത് പള്ളിയിൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്തു. വാങ്ക് കേട്ടാൽ പെട്ടെന്ന് മദീനത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ മദീനത്ത് പള്ളിയിലേക്ക് വരാനുള്ള റസൂലുള്ളാഹിനെ സ്വഹാബത്ത് കാണുന്നില്ല. അവർ തിരക്കി വന്നു. റസൂലുള്ളാഹിന്റെ വീട്ടിൽ മുട്ടുവിളിച്ചു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ജമാഅത്തിന് ഇമാമത്തിന് നേതൃത്വം തരാൻ പറ്റിയ ഔറത്ത് മറയുന്ന വസ്ത്രോ ഈ മുഹമ്മദ് നബി ധരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് മുത്തുനബി തങ്ങളുടെ സ്വഭാവ ഗുണം. അവിടുത്തെ ഔദാര്യം, മറ്റുള്ളവർക്ക് സാന്ത്വനം നൽകുക, അവരെ സഹായിക്കുക എന്നത് അവിടുത്തെ ഏറ്റവും വലിയ മനോഹരമായ ഒരു സ്വഭാവത്തിന്റെ ഗുണമാണ്. കാരണം നബി തങ്ങൾക്കറിയാം, ഇതുപോലെ പട്ടിണി പാവങ്ങളുടെ, ആലംബഹീനരായ വിധവകളായ ഉമ്മകളുടെ, വിധവകളായ ഉമ്മമാരുടെ, ഫഖീറന്മാരുടെ, പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ പരിണിത ബലമാണ് അല്ലാഹു ജല്ല ജലാലു ഈ ലോകത്തെ തന്നെ, ഈ ദുനിയാവിനെ തന്നെ കീഴ്മേലും മറിക്കാതെ അല്ലാഹു ജല്ല ജലാലു അതിന്റെ ബാലൻസിനെയും നിയന്ത്രിച്ചു നിർത്തുന്നത് അത്തരത്തിലെ ഫഖീറന്മാരുടെ, മിസ്കീന്മാരുടെ, പാവപ്പെട്ട വിധവകളുടെ, ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ബലമാണ്. കേൾക്കൂ നിങ്ങൾ ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. ഇമാം ബുഖാരി തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിളഈഫിഹാ ബിദഅവതിഹിം വസലാത്തിഹിം വഇഖ്ലാസിഹിം ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത, എന്റെ ഈ സമുദായത്തിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സഹായം ചെയ്തുകൊണ്ട് നിലനിർത്തുന്നത്, അല്ലാഹുവിന്റെ ഭാരമായ കാരുണ്യവും സഹായവും എന്റെ സമുദായത്തിന് അല്ലാഹു നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ബിളഈഫിഹാ, എന്റെ സമുദായത്തിലെ ബലഹീനരായ, പാവപ്പെട്ട, ദുർബലരായ, വിധവകളായ, മിസ്കീന്മാരായ, ഫഖീറന്മാരായ ആളുകളെ കൊണ്ടാകുന്നു. നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. നമുക്ക് പാവങ്ങളോട് പുച്ഛമാണ്, സാധുക്കളോട് നമുക്ക് പുച്ഛമാണ്. പക്ഷെ മുത്തുനബി പറയാണ്, ഈ ദുനിയാവിന്റെ ബാലൻസ് തെറ്റാതെ അല്ലാഹു ജല്ല ജലാലു ഇത് നിലനിർത്തുന്നത് ബിളഈഫിഹാ, എന്റെ സമുദായത്തിലെ ബലഹീനരെ, ദുർബലരെ കൊണ്ടാണ്, പാവങ്ങളെ കൊണ്ടാണ്. അതെങ്ങനെയാ നബി തങ്ങൾ വിശദീകരിക്കുന്നു. ബിദഅവതിഹിം, അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട്, വസലാത്തിഹിം, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ആത്മാർത്ഥത കൊണ്ട്. മുഹമ്മദ് മുസ്തഫ. പാവങ്ങൾ, അത്താഴ പട്ടിണിക്കാർ, ദരിദ്രർ, വിധവകൾ, സാധുക്കൾ, നിലാരംബർ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിസ്കരിച്ചതിനു ശേഷം ഇഖ്ലാസോടെ, നല്ല ഭക്തിയോടെ റബ്ബിലേക്ക് അവർ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവരൊറ്റ പ്രാർത്ഥനയുടെ ബലമാണ്, അവരുടെ നിസ്കാരത്തിന്റെ ബലമാണ്, അവരുടെ ഇഖ്ലാസിന്റെ ബലമാണ്. ഓ സമ്പന്നരെ, ഓ പണക്കാരെ, ഇട്ടുമൂടാൻ സ്വത്തുള്ളവരെ, നിങ്ങളെ അടക്കം അല്ലാഹു ഈ ദുനിയാവിൽ നിലനിർത്തിയിരിക്കുന്നത് ആ പട്ടിണി പാവങ്ങളുടെ പ്രാർത്ഥനയുടെ ബലമാണ്, അവരുടെ നിസ്കാരത്തിന്റെ ബലമാണ്, അവരുടെ ഇഖ്ലാസിന്റെ കാരണമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ നമ്മൾ കേൾക്കുന്നത്? അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ. നബി തങ്ങളുടെ ജീവിതം പഠിച്ചെടുത്ത, ഒപ്പിയെടുത്ത സ്വഹാബത്തോ ഏതു തരത്തിലെ സാന്ത്വന പ്രവർത്തനങ്ങൾക്കോ, ഏതു തരത്തിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കോ, ഏതു തരത്തിലെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിലോ മഹാന്മാരായ സ്വഹാബത്ത്, മുത്തുനബി തങ്ങളിൽ നിന്ന് അവിടുത്തെ ജീവിതം ഒപ്പിയെടുത്ത സ്വഹാബത്ത് മുന്നിലാണ്, എല്ലാ അർത്ഥത്തിലും മുന്നിലാണ്. ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അധികാരമേൽക്കുകയാണ്, ഖലീഫയാവുകയാണ്.
ഖലീഫയായെന്നറിഞ്ഞപ്പോൾ, മദീനയുടെ രാജാവ് ഖലീഫ ഇനി സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് എന്നറിഞ്ഞപ്പോ ഒരാളതാ മദീനയുടെ ആ പ്രാന്തപ്രദേശത്തുകൂടി ഒരാൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു, ഒരു പരസ്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. ആളുകൾ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം നടത്തുന്ന പരസ്യം അനൗൺസ്മെന്റ് എന്താണ്? അൽ ആന ലാ യഹ്ലിബു ലനാ മനാഇഹനാ, അൽ ആന ലാ യഹ്ലിബു ലനാ മനാഇഹനാ. ഓ മദീനക്കാരെ, ഇന്നു മുതൽ നിങ്ങളെ ആടുകളെ കറന്നു തരാൻ, നിങ്ങളെ ഒട്ടകങ്ങളെ കറന്നു തരാൻ കറവക്കാരനായി വരാറുള്ള അബൂബക്കർ സിദ്ദീഖ് നാളെ മുതൽ വരൂല്ല. എന്താ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ സമയം വരെയോ രാത്രികാലങ്ങളിൽ പ്രഭാത സമയങ്ങള് ആരും കറന്നു കൊടുക്കാനില്ലാത്ത വീടുകളിൽ, നമ്മുടെ നാടുകളിൽ അണ്ണാച്ചികള് പാല് കറക്കാൻ പോവില്ലേ സൈക്കിളില്, ഇതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹയ്യ് ഗോത്രത്തിൽ ഉൾപ്പെടെയുള്ള ഗോത്രങ്ങളിലൊക്കെ പോയി അവരുടെ ആടുകളെയും ഒട്ടകങ്ങളെയോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കറന്നു കൊടുക്കുന്നു. അപ്പൊ ഇനി ഖലീഫയായാൽ, രാജാവായാൽ, ഭരണാധികാരിയായാൽ അബൂബക്കർ സിദ്ദീഖിനെ കിട്ടൂല. ഇതറിഞ്ഞിട്ടാണ് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, അൽ ആന ലാ യഹ്ലിബു ലനാ മനാഇഹനാ. ഇല്ല ഇല്ല, നാളെ മുതൽ അബൂബക്കർ സിദ്ദീഖ് വരൂല്ല. നമ്മളെ ആടുകളെ കറക്കാൻ, ഒട്ടകങ്ങളെ കറക്കാൻ ഖലീഫ വരുമോ? മദീനയുടെ രാജാവ് ചക്രവർത്തി വരുമോ? ഇതാരറിഞ്ഞു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലെത്തി ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ മറുപടിയായി വിളിച്ചു പറഞ്ഞു, വല്ലാഹി ലഉംരി ലഅഹ്ലിബന്നഹാ ലകും വഇന്നി ലാ അർജു അൻ യുഗയ്യിറനി. ഓ മദീനക്കാരെ, വല്ലാഹി സുമ്മ വല്ലാഹ്, ഇന്നലെ വരെ നിങ്ങളെ വീടുകളിൽ വന്നിട്ട് നിങ്ങളെ ആടുകളെ ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഞാൻ കറന്നു തന്നുവെങ്കിലോ, മദീനയുടെ രാജാവായി അധികാരമേറ്റാലോ ഈ സിദ്ദീഖുൽ അക്ബർ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് നിങ്ങളെ ആടുകളെ ഞാൻ കറന്നു തരാം, ഒട്ടകങ്ങളെ ഞാൻ കറന്നു തരാം. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പഞ്ചായത്ത് മെമ്പർക്ക് പറയാൻ പറ്റുമോ? വാർഡിലെ ഒരു വാർഡ് മെമ്പർക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചു തരാം, എവിടെയാണ് പാവപ്പെട്ട വിധവകൾ പട്ടിണി പാവങ്ങളുള്ളത് ഞാൻ വരാം, എല്ലാം ചെയ്തു തരാൻ പറ്റുമോ? ഭരണാധികാരികൾ ഈ മഹാന്മാരെ കണ്ടു പഠിക്കണം. ഇവരൊക്കെ മഹാന്മാരായത്, മഹത്വമുള്ളവരായത് ഇത്തരത്തിലെ സന്നദ്ധ സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് മാത്രമാകുന്നു. അവരുടെ വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും ഭാഗത്തോടൊപ്പം ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ കൂടെ അവർ കൊണ്ടുവന്നപ്പോൾ അവർ ചരിത്രത്തിൽ വലിയ മഹാന്മാരായി. അള്ളാഹു അവരെ പൊരുത്തം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ കേൾക്കോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലിടുകയാണ്. കുറച്ചു ദിവസം രോഗബാധിതനായി കിടന്നു. അവസാനം അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ രണ്ടാമത് ഖലീഫയായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി അധികാരമേറ്റു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന നടപടിക്രമങ്ങള്, അവിടുന്ന് നടത്തിപ്പോകുന്ന സാന്ത്വന പ്രവർത്തനങ്ങള്, അവിടുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സന്നദ്ധ സാന്ത്വന പ്രവർത്തനങ്ങൾ നന്നായി അറിയുന്ന രണ്ടാമനാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അനുഭവം നമ്മൾ കേട്ടതല്ലേ അല്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതറിയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
മുമ്പ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പ്രഭാത സമയത്ത് ഒരു ഉമ്മയ്ക്ക് സാന്ത്വനം കൊടുക്കാൻ പോയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരക്കി ചെന്ന കഥ നമ്മൾ കേട്ടതാണ്, അല്ലേ? ഇല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഉമ്മയ്ക്ക് സാന്ത്വനം നൽകാൻ, ഒരു വിധവയായ പാവപ്പെട്ട ഉമ്മയ്ക്ക് സാന്ത്വനം നൽകാൻ അവിടുന്ന് ഖലീഫയായിരുന്നപ്പോൾ പോയ സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേർക്കാഴ്ചയായി കണ്ടിരുന്നല്ലോ. ഇതറിയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്ത അന്നേ ദിവസം സുബ്ഹി നിസ്കാരം കഴിയുമ്പോൾ ആ ഉമ്മയുടെ വീട് ലക്ഷ്യമായി പോകുന്ന സമയത്ത് ആ ഉമ്മയ്ക്ക് കൊടുക്കാൻ കുറച്ച് ഈത്തപ്പഴങ്ങൾ, കാരക്കകൾ കയ്യിൽ കരുതിയിരുന്നു. ആ ഉമ്മയുടെ വീട്ടിൽ ചെല്ലുകയാണ്, അതിന്റെ ഉള്ളിൽ കയറുന്നു. ആ ഉമ്മയ്ക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു. അവരെ നന്നായി വൃത്തിയാക്കി ശേഷം അതാ കയ്യിൽ കരുതി കൊണ്ടുവന്ന ആ കാരക്ക എടുത്തിട്ട് ആ ഉമ്മയുടെ പല്ലില്ലാത്ത ആ വായിൽ വെച്ചു കൊടുക്കുമ്പോൾ ആ വൃദ്ധയായ ആ വിധവയായ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. ആരാ? ദിവസങ്ങൾക്ക് മുമ്പ് വരെ വന്ന എന്റെ പൊന്നുമോനല്ലല്ലോ, ഇത് മറ്റൊരാളാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? നേരത്തെ വന്നുകൊണ്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് അല്ല, ഇപ്പൊ വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുന്നു, മോനെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് എന്നെ ശുശ്രൂഷിച്ചു പോകുന്ന എന്റെ പൊന്നുമോൾ, ഞാൻ പ്രസവിക്കാത്ത മകനുണ്ടല്ലോ, അവൻ കൊണ്ടുവരുന്ന കാരക്ക നന്നായി ചവച്ചരച്ചിട്ട് ഈ പല്ലില്ലാത്ത ഈ ഉമ്മയുടെ വായിൽ നന്നായി അതിന്ന് ഉള്ളിലായി കിട്ടാൻ ചവച്ചരച്ചിട്ടാണ് എന്റെ വായിലേക്ക് വെച്ച് തരുക. ഇന്നതിന് വിപരീതമായത് സംഭവിച്ചല്ലോ. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ വന്ന ആളല്ല ഇന്ന് വന്നത്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അതേ, ഇന്നലെ വരാന്ന സാന്ത്വനം നടത്തിയ നിങ്ങളെ സഹായിച്ച ആളല്ല, ഇത് വേറെ ആളാണ്. എന്നിട്ട് ആളാരാണെന്ന് പറയുന്നില്ല. നമുക്കല്ലേ ഫോട്ടോ, നമുക്കല്ലേ പരസ്യോ, എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രത്താളുകളിലും ഒക്കെ പരസ്യമാ. ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, എത്ര കൊടുത്തു, അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ മദീനയുടെ ഖലീഫയാണെന്ന് പറഞ്ഞില്ല, ഞാൻ ഉമറാണെന്ന് പറഞ്ഞില്ല. ഇതിങ്ങനെ ദിവസങ്ങളോളം തുടർന്നു വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പാതിരാത്രിയാണ് ആ ഉമ്മയുടെ വീട്ടിൽ വരാൻ കഴിഞ്ഞത്. ഖലീഫയല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. ആ തവണ വന്നത് പാതിരാത്രിയാണ്. ആ രാത്രിയിൽ ആ ഉമ്മയുടെ വീടിന്റെ ഉള്ളിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന സാന്ത്വനങ്ങൾ നൽകി തിരികെ വരുമ്പോൾ മറ്റൊരു സഹാബിയായ മഹാനായ തൽഹത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. വേറൊരു സഹാബി പാതിരാത്രിയിൽ അസമയത്ത് ഖലീഫയെ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാൽ നമ്മൾ എന്താ കരുതുക? അനാശാസ്യം അല്ലേ? അവിഹിത ബന്ധം. ഖലീഫയ്ക്ക് അവിഹിത ബന്ധമോ? ഈ രാത്രിയിൽ പിടിക്കപ്പെടണോ? തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് നേർക്ക് നേരെ ചെന്നു കൊടുത്തില്ല, മാറി നിന്നു. പിറ്റേ ദിവസവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്ന സമയം നോക്കി തൽഹത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. അന്നും വന്നു. കുറെ സമയം കഴിഞ്ഞ് അകത്ത് കയറി തിരികെ പോവുകയാണ്. ഇത് കയ്യോടെ പിടിക്കണമല്ലോ, ഖലീഫയ്ക്ക് അവിഹിത ബന്ധമോ, ഇത് പാടില്ലല്ലോ. നേരം പ്രഭാതം പൊട്ടിവിടർന്നു. മഹാനായ തൽഹത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു
ആ ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കി ചൊല്ലുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അവിഹിതം കണ്ടുപിടിക്കാൻ പോയ തൽഹത്ത് ബിൻ സുബൈർ തങ്ങൾ അവിടെ കണ്ട കാഴ്ച സുബ്ഹാനല്ലാഹ്. ആ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുമ്പോൾ പനനാരുകൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്കോ സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ റബ്ബുണ്ട്. ആ ഉമ്മയെ കണ്ട് അത്ഭുതപ്പെട്ടിട്ട് പനനാരുകൊണ്ട് വരിഞ്ഞു കോർത്ത ഒരു പഴയ കട്ടില്, ഒരു പഴയ മുണ്ടുകൊണ്ട് പുതച്ചു മൂടിയ ഒരു ഉമ്മ കിടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, ഉമ്മ നിങ്ങളെ സഹായിക്കുന്നതാരാണ്? അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞത്, എനിക്ക് എന്റെ റബ്ബ് സഹായിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസവും അർദ്ധരാത്രിയോ പ്രഭാത സമയത്തോ എന്നെ സഹായിക്കാൻ, എനിക്ക് സാന്ത്വനമേകാൻ, എന്നെ കുളിപ്പിക്കാൻ, എന്നെ വൃത്തിയാക്കാൻ, എന്റെ പല്ലില്ലാത്ത ഈ തൊള്ളയിലേക്ക് അവർ കൊണ്ടുവരുന്ന ഈത്തപ്പഴം ചവച്ചരച്ചിട്ട് എന്റെ ഉള്ളിലേക്ക് വായിന്റെ ഉള്ളില് വെച്ചു തന്ന് എന്നെ ഭക്ഷിപ്പിക്കുന്ന എന്റെ ഒരു മോനുണ്ട് കേട്ടോ. അവനാരെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടുടൻ തൽഹത്തദാ കരയുന്നു. അറിവുണ്ടോ ഏ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കോ കൈസറും വിറയ്ക്കുന്നതാ. മിസ്റിൽ മൗഖൗസിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. ഓ ഉമ്മ, നിങ്ങൾക്ക് സാന്ത്വനം നൽകാ, നിങ്ങളെ സഹായിക്കാ, നിങ്ങളെ ശുശ്രൂഷിക്കാ, എല്ലാ ദിവസവും നിങ്ങളെ മുമ്പിൽ വരുന്ന ആളാരെന്നറിയുമോ? കിസ്റയുടെ രാജാവ് കൈസറുണ്ടല്ലോ. ഈ പേര് കേട്ടാൽ പനി വിറച്ചു വിറച്ചു പോകുമുമ്മ. മിസ്റിലെ രാജാവ് മുഖൗസിസ്, ഈ നേതാവിന്റെ പേര് കേട്ടാൽ ഞെട്ടി വിറച്ചു പോകും ഉമ്മ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ പുള്ളിമാമാടല്ലോ. തൽഹത്ത് റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറയുമ്പോഴേക്കും കരഞ്ഞുപോയി. അവരാണ് ഈ രാജ്യത്തിന്റെ ഖലീഫ, അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ചിന്തിക്കാൻ പറ്റുമോ നമുക്കൊരു ഭരണാധികാരിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സാന്ത്വന പ്രവർത്തനം തന്റെ പ്രജകൾക്ക് ഉണ്ടാകും? ചിന്തിക്കാൻ പറ്റും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാൻ ഒരു പെണ്ണിനോ ഇതുപോലെ ജന്മങ്ങൾ നൽകാൻ ഒരു മണ്ണിനും ഖിയാമത്ത് നാൾ വരെ പറ്റൂല. ഒരു പെണ്ണിനും ഇനി ഇതുപോലുള്ള മഹാന്മാര് പ്രസവിക്കുവാൻ പറ്റൂല. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായത്തെ, ഈ ഉമ്മത്തിനെ അല്ലാഹു ഈ ദുനിയാവിന്റെ ഭൂമിയുടെ ബാലൻസ് തെറ്റാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്റെ സമുദായത്തിലെ പാവപ്പെട്ടവരെ, ദുർബലരെ കൊണ്ടാണ്. നിർധനരായ, ആലംബഹീനരായ, ഫഖീറന്മാരായ, മിസ്കീന്മാരായ, വിധവകളായ അവരുടെ നിസ്കാരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും. ഓ സമ്പന്നരെ, നമ്മളൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മളുടെ സമ്പത്തിനെ ഒക്കെ അള്ളാഹു നിലനിർത്തി തരുന്നത് ആ പട്ടിണി പാവങ്ങളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണെന്ന് മറന്നു പോകണ്ട എന്ന് ചുരുക്കം അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഇതാണ് മഹാന്മാർ, അവരുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ. അതാണ് അവരൊക്കെ മഹത്വം നേടിയത്. അവരെല്ലാം ഈ മഹത്തായ ഉന്നത ഉത്തമ സ്വഭാവത്തിന്റെ മേഖലയിൽ എത്തിയത്
സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് അവരെ മറന്നുകൂടാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ സിന്ദാബാദ് വിളിക്കണം. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി തർലിയത്ത് ചൊല്ലണം, അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. ചെല്ലാൻ നമുക്ക് طلعة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.